Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. പഴയങ്ങാടി വെങ്ങര നടയ്ക്ക് താഴെ വിദ്യാർത്ഥിനി തോട്ടിൽ വീണ് മരിച്ചു. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീനന്ദ സുധീഷാണ് മരിച്ചത്. രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. മലയാളിയുടെ ഗൃഹാതുരതയുടെ ശബ്ദം ഇനിയില്ല. ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങി. 5 പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ സംഗീത ജീവിതത്തിൽ നിന്നും ഓർമ്മിക്കാൻ 10,000കണക്കിന് ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചാണ് പി ജയചന്ദ്രൻ നാദസൗഭഗത്തിന്റെ ശ്രുതി താഴ്ത്തി വിടവാങ്ങിയത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച പ്രതിഷേധവുമായി വാഹന ഉടമകൾ. റെയിൽവേയുടെ പുതുക്കിയ താരിഫിലെ അശാസ്ത്രീയതയാണ് വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് അനുഗ്രഹവർഷം ചൊരിയാൻ ഉത്തര മലബാറിലെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് മുത്തപ്പനുണ്ട്. മലബാറുകാരുടെ കൺകണ്ട ദൈവമായ മുത്തപ്പനെ സ്റ്റേഷനോട് ചേർന്ന് മടപ്പുര കെട്ടി ആരാധിക്കുന്നതിൽ ഏറെ കഥകളും പ്രചാരത്തിലുണ്ട്. വാർത്തകൾ വിശദമായി. പഴയങ്ങാടി വെങ്ങര നടയ്ക്ക് താഴെ വിദ്യാർത്ഥിനി തോട്ടിൽ വീണ് മരിച്ചു. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീനന്ദ സുധീഷാണ് മരിച്ചത്. രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനായി ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. അബദ്ധത്തിൽ റോഡരികിലെ തോടിലേക്ക് ശ്രീനന്ദ വീഴുകയായിരുന്നു. തോടിലെ ചെളി നിറഞ്ഞ ഭാഗത്താണ് ശ്രീനന്ദ വീണുപോയത്. പുറകെ വന്ന മറ്റു വിദ്യാർത്ഥികളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം തരം വിദ്യാർത്ഥിനിയാണ് ശ്രീനന്ദ. ശനിയാഴ്ച രാവിലെ പഠിച്ച സ്കൂളിലും തുടർന്ന് വീട്ടിലും ഭൗതികദേഹം പൊതുദർശനത്തിന് വയ്ക്കും. വെങ്ങര സമുദായ ശ്മശാനത്തിൽ രാവിലെ 10:30 മൃതദേഹം സംസ്കരിക്കും. വെങ്ങരയിലെ സുജയ, സുധീഷ് ദമ്പതികളുടെ മകളാണ് ശ്രീനന്ദ. ശ്രീജിത്ത് ഏക സഹോദരനാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയങ്ങാടി വെങ്ങരയിലെ ശ്രീനന്ദ സുധീഷിന്റെ മരണത്തിന് കാരണം റോഡരികിലെ തോടിന് കൈവരി ഇല്ലാത്തതെന്ന് നാട്ടുകാർ. സ്കൂളിലേക്ക് പോകും വഴി തോട്ടിലേക്ക് വീണാണ് ശ്രീനന്ദ മരണപ്പെട്ടത്. റോഡരികിലെ ഈ തോടിലേക്ക് വീണാണ് ശ്രീനന്ദ എന്ന 15കാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. പുറമേ കാണാൻ ഓവുചാലിന് സമാനമായ ചെറിയ തോടാണെങ്കിലും ചെളിയും വെള്ളവും നിറഞ്ഞ തോടാണിത്. കാടുമൂടിയ അവസ്ഥയാണിവിടം. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ നടന്നു പോകാറുള്ള വഴിയിൽ ഇങ്ങനെ ഒരു തോടുള്ളത് പലപ്പോഴും ശ്രദ്ധയിൽപ്പെടില്ല. തോടിന് കൈവരി സ്ഥാപിക്കുകയാണെങ്കിൽ അത് ഏറെ ഉപകാരമായിരിക്കുമെന്ന് പ്രദേശത്തുകാരും പറയുന്നുണ്ട്. വാഹനങ്ങളും കടന്നുപോകുന്ന റോഡിൽ പതിയിരിക്കുന്ന അപകടം ചിലപ്പോൾ പലരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. എത്രയും പെട്ടെന്ന് അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അധികൃതരുടെ അനാസ്ഥയാണ് ഒരു കുഞ്ഞു ജീവൻ പൊലിയാൻ കാരണമെന്നും ആക്ഷേപമുണ്ട്. ഇനി ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ അധികൃതർ അടിയന്തരമായും നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ പറയുന്നു. കൈവരിയില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അത് കുട്ടികളെ പുല്ലാതെ കാണുമല്ലോ. അങ്ങനെയാണ് സാധ്യത. ഞാൻ പറയാം, ഒന്ന് പെട്ടെന്ന് മോശപ്പെട്ട് വീണാണോ തലയിൽ, അങ്ങനെ പറയാൻ പറ്റില്ല. ആരും കൂട്ടിനൂടെ അഞ്ഞനുണ്ടായിരുന്നു, അവനെ കണ്ടത്. അപ്പോൾ അടുത്ത കൂട്ടുകാർ പിടിച്ചിട്ട് അങ്ങനെ നമുക്ക് പിന്നെ കൈവരി എന്തായാലും പോകണം. കുട്ടികൾ നടന്നു പോകുന്നതല്ലേ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മലയാളിയുടെ ഗൃഹാതുരതയുടെ ശബ്ദം ഇനിയില്ല. ഭാവഗായകൻ പി ജയചന്ദ്രൻ വിടവാങ്ങി. 5 പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ സംഗീത ജീവിതത്തിൽ
എന്നും ഓർമ്മിക്കാൻ 10,000-കണക്കിന് ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചാണ് പി ജയചന്ദ്രൻ നാദസൗഭാഗ്യത്തിന്റെ ശ്രുതി താഴ്ത്തി വിടവാങ്ങിയത്. കാവ്യപുസ്തകമല്ലോ ജീവിതം, ഒരു കാവ്യപുസ്തകമല്ലോ ജീവിതം, ഇതിൽ കണക്കെഴുതാൻ ഏടുകളെവിടെ, ഏടുകളെവിടെ. 5 പതിറ്റാണ്ടുകൾ നീണ്ട സംഗീത ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ 10,000-കണക്കിന് ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചാണ് പി ജയചന്ദ്രൻ നാദസൗഭാഗ്യത്തിന്റെ ശ്രുതി താഴ്ത്തി വിടവാങ്ങിയത്. അന്നേവരെ മലയാളികൾക്ക് പരിചയമില്ലാത്ത ഭാവതീവ്രമായ ശബ്ദത്തിൽ പാടിക്കടന്നു വന്നതാണ് ജയചന്ദ്രൻ. പിന്നീട് വർഷങ്ങളോളം ആ സബര്യ തുടർന്നു. സംസ്ഥാന പുരസ്കാരം 5 തവണയാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. തമിഴ്നാട് സർക്കാരിന്റെ മികച്ച ഗായകനുള്ള പുരസ്കാരം 4 തവണയും കലൈമാമണി പുരസ്കാരവും ലഭിച്ചു. 2021 JC ഡാനിയൽ പുരസ്കാരവും പി ജയചന്ദ്രനെ തേടിയെത്തി. മലയാള സിനിമയുടെ പഴയ കാലത്തും പുതിയ കാലത്തും ഒരുപോലെ ഹിറ്റ് ഗാനങ്ങൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. മഞ്ഞുലയിൽ മുങ്ങിത്തോർത്തി, കരിമുകിൽ കാട്ടിലെ, സുപ്രഭാതം, മല്ലികാബാണൻ, അനുരാഗ ഗാനം പോലെ, റംസാനിലെ ചന്ദ്രികയോ, നിൻമണിയറയിലെ, സ്വർണഗോപുര നർത്തകീ ശില്പം തുടങ്ങിയ എണ്ണമറ്റ ഗാനങ്ങളിലൂടെ മലയാളികളുടെ ഗൃഹാതുര ഓർമ്മകളിൽ സുഗന്ധം പകർന്നു പി ജയചന്ദ്രൻ. സിനിമാ ഗാന രംഗത്ത് പുതിയ ഗായകർ പലരും വന്നുപോയിട്ടും പൊടിമീശ മുളയ്ക്കണ കാലവും, അറിയാതെയും, പൂവേ പൂവേ പാലപ്പൂവേയും, പ്രേമിക്കുമ്പോൾ നീയും ഞാനും അടക്കമുള്ള ഗാനങ്ങൾ പാടിക്കൊണ്ട് പി ജയചന്ദ്രൻ പുതിയ കാലത്തിന്റെയും ഗായകനായി മാറി. സിനിമാ ഗാനങ്ങൾ മാത്രമായിരുന്നില്ല പി ജയചന്ദ്രന്റെ തട്ടകം. ലളിതഗാനങ്ങളും നാടകഗാനങ്ങളും ഭക്തിഗാനങ്ങളും അടക്കം സംഗീതത്തിന്റെ വിവിധ ശാഖകളിൽ അദ്ദേഹം തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. മലയാളി ഉള്ളിടത്തോളം പി ജയചന്ദ്രന് മരണമില്ല. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച് പ്രതിഷേധവുമായി വാഹന ഉടമകൾ. റെയിൽവേയുടെ പുതുക്കിയ താരിഫിലെ അശാസ്ത്രീയതയാണ് വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കുന്നത്. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്നത്. പാർക്കിംഗ് സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടിയ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് വിശാലമായ പാർക്കിംഗ് ഏരിയ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. പാർക്കിംഗ് ഫീസിലെ അശാസ്ത്രീയതയാണ് പുതിയ പ്രശ്നം. പുതിയ താരിഫ് നിരക്ക് നിലവിൽ വന്ന മറ്റു റെയിൽവേ സ്റ്റേഷനുകളിലും ഇതേ പ്രശ്നമുണ്ട്. നിശ്ചിത സമയം കഴിഞ്ഞ് 1 സെക്കൻഡ് അധികമായാൽ 30 രൂപ 60 രൂപയാകും, 60 രൂപ 100 ആകും, 20 രൂപയാകട്ടെ 30 രൂപയാകും. കാർ പാർക്കിങ്ങിനാണ് ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത്. ഒരൊറ്റ വാഹനം കയറിയിറങ്ങുവാനുള്ള സ്ഥലം മാത്രമാണ് ഫീസ് വാങ്ങുവാനുള്ള കൗണ്ടറിന് മുന്നിലുള്ളത്. ഇവിടെ 1 മിനിറ്റ് താമസിച്ചാൽ ഫീസ് നേരെ ഇരട്ടിയോളമാകും. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹനങ്ങളുടെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഈടാക്കുന്ന തുക തികച്ചും അശാസ്ത്രീയവും ജനങ്ങളെ കൊള്ളയടിക്കുന്നതുമായി മാറിയിട്ടുണ്ട്. നിലവിൽ അവർ വാങ്ങിക്കുന്നത് 12 മണിക്കൂറിന് 60 രൂപയും ആടുന്ന് 1 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ 40 രൂപയും കൂട്ടി വാങ്ങിക്കുകയായിരുന്നു. അതായത് 60ൻ്റെ പരം 40 കൂട്ടി 100 രൂപ വാങ്ങിക്കുകയായിരുന്നു. 24 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ 3 ഇരട്ടിയോളം വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. അത് തികച്ചും താരിഫിൽ വന്ന അശാസ്ത്രീയതയാണ്. ഇത് റെയിൽവേയുടെ അധികാരികൾ കണ്ട് പരിഹരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ജനങ്ങൾ, മറ്റു തൊഴിലാളികളും എല്ലാവരും പ്രക്ഷോഭം അടക്കം നടത്തി അധികാരികളുടെ കണ്ണു തുറപ്പിക്കേണ്ടതുണ്ട്. അതിന് റെയിൽവേ അധികാരികൾ തയ്യാറാകണമെന്നാണ് അറിയിക്കാനുള്ളത്. പാർക്കിംഗ് ഫീസുമായി ബന്ധപ്പെട്ട് റെയിൽവേയുടെ താരിഫ് നിർണയത്തിന്റെ അശാസ്ത്രീയത മൂലം ഫീസ് പിരിക്കാൻ ചുമതലപ്പെട്ട ജീവനക്കാരും വാഹന ഉടമകളും എന്നും തർക്കത്തിലാകുന്ന കാഴ്ചയാണ് ഇവിടെയുള്ളത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വലിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത്. അതിന്റെ ഭാഗമായി നല്ലൊരു പാർക്കിംഗ് ഏരിയയും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പാർക്കിങ്ങിൽ ഇവിടെ താരിഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തതക്കുറവ് ഇവിടുത്തെ ജീവനക്കാരും അതുപോലെ ഇവിടെ വാഹനം വയ്ക്കുന്നവരും തമ്മിലുള്ള ഒരു ബന്ധം നാൾക്ക് നാൾ വഷളാവുന്ന രീതിയിലേക്കാണ് പോകുന്നത്. വാഹനം വെച്ച് കൃത്യമായ മണിക്കൂറിന് ശേഷം 1 സെക്കൻഡ് ആയാൽ പോലും
തൊട്ടടുത്ത താരിഫിലേക്കാണ് ഇതിൻ്റെ വില കയറിപ്പോകുന്നത്. അതായത് 1 മണിക്കൂറിന് ശേഷം ഇരട്ടി വിലയാണ് ഇവിടെ നൽകേണ്ടി വരുന്നത് പാർക്കിങ്ങിന് വാഹനം പാർക്ക് ചെയ്ത വാഹനത്തിൻ്റെ ഉടമ. ഇത് വലിയ രീതിയിലുള്ള അസ്വാരസ്യങ്ങൾക്ക് ഇവിടെ കാരണമാകുന്നുണ്ട്. പക്ഷേ ജീവനക്കാർ ഈ ഒരു കാര്യത്തിൽ തീർത്തും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലാണുള്ളത്. കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഇവിടെ എല്ലാ കാര്യങ്ങളും എന്നതുകൊണ്ട് തന്നെ അഥവാ വാഹന ഉടമ പണം നൽകാൻ തയ്യാറായില്ലെങ്കിൽ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും ഈ പണം ഈടാക്കുന്ന രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജീവനക്കാർക്ക് ഇതിലൊന്നും ചെയ്യാൻ കഴിയുന്നുമില്ല. ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇവിടെ പാർക്കിംഗ് ഏരിയ ഇപ്പോൾ പോകുന്നത്. താരിഫിൽ വരുന്ന ഒരു പ്രശ്നമാണ് അത്. പുതുക്കിയ താരിഫിലാണ് ഈ പ്രശ്നമുള്ളത്. എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു പരിഹാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് അനുഗ്രഹവർഷം ചൊരിയാൻ ഉത്തര മലബാറിലെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് മുത്തപ്പനുണ്ട്. മലബാറുകാരുടെ കൺകണ്ട ദൈവമായ മുത്തപ്പനെ സ്റ്റേഷനോട് ചേർന്ന് മടപ്പുര കെട്ടി ആരാധിക്കുന്നതിൽ ഏറെ കഥകളും പ്രചാരത്തിലുണ്ട്. എന്തായാലും മുത്തപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രത്യേകിച്ചിട്ട് ഉത്തര മലബാറുകാരുടെ ഒരു കൺകണ്ട ദൈവമാണ് അല്ലെ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഒരു ദൈവമാണ് മുത്തപ്പൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ റെയിൽവേയും മുത്തപ്പനും തമ്മിൽ നൂറ്റാണ്ടുകളുടെ ഒരു ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതെ അതെ, നമുക്കറിയാം. നമ്മൾ ഒരുപാട് റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേകിച്ച് മലബാറിലെ ഒരുവിധം എല്ലാ സ്റ്റേഷനുകളിലും മുത്തപ്പൻ ക്ഷേത്രം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ആ ക്ഷേത്രം വരാനും മുത്തപ്പന് അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കാനും വേണ്ടിയിട്ടും ഒട്ടേറെ കഥകളുണ്ട്, ഐതിഹ്യങ്ങളാണ് അല്ലെ. നിരവധി കഥകൾ ഇതുമായി ബന്ധപ്പെട്ട്. അതെ, ഏകദേശം 1920 ആ കാലഘട്ടത്തിൽ അന്നത്തെ പള്ളിക്കര സ്റ്റേഷൻ മദ്രാസിൽ നിന്നും യന്ത്ര സാമഗ്രികൾ എത്തുകയും അത് ഉടമസ്ഥൻ വരുന്നതിന് മുമ്പേ അവിടെ നിന്ന് മോഷണം പോവുകയും ചെയ്യുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഉള്ളൊരുങ്ങി മുത്തപ്പനെ പ്രാർത്ഥിക്കുകയാണ് ആ സാധനം തിരിച്ചു കിട്ടണമെന്ന ആഗ്രഹത്തിൽ. അങ്ങനെ ആ ആഗ്രഹം സഫലീകരിച്ചുകൊണ്ട് പിന്നീട് ആ കാണാതായ യന്ത്ര സാമഗ്രികൾ തിരിച്ചു കിട്ടുകയും അത്തരത്തിലാണ് ഒരു ഐതിഹ്യം എന്ന് പറയുന്നത്. അങ്ങനെ ബ്രിട്ടീഷുകാരോട് പറയുകയും ഇത്തരത്തിൽ നമുക്ക് മുത്തപ്പനെ കെട്ടിയാടിക്കണം അല്ലെങ്കിൽ സ്ഥാനം നൽകണം എന്ന രീതിയിൽ സ്റ്റേഷൻ മാസ്റ്റർ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് ആ ആരാധനയും ബഹുമാനവും കൊണ്ട്. അത്തരത്തിൽ അങ്ങനെയാണ് മടപ്പുരകളൊക്കെ ഉണ്ടായിരുന്നല്ലേ. മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ മടപ്പുര ഉണ്ടായതുമായി ബന്ധപ്പെട്ട കഥകൾ അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഈ മദ്യവുമായി ബന്ധപ്പെട്ട ഒരു രസകരമായ ഒരു കഥ കൂടി പ്രചരിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് അന്നേരം മദ്യം കൊണ്ടുവരികയും ഈ മദ്യം സ്റ്റേഷനിൽ വെച്ച് കളവ് പോവുകയും ഇവിടുത്തെ ജീവനക്കാരെ ഇതിൽ കുറ്റം ചാർത്തുകയും ചെയ്തു. അവരെ താൽക്കാലികമായിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവരങ്ങനെ മുത്തപ്പനെ പ്രാർത്ഥിക്കുകയാണ്. ഈ മുത്തപ്പ, ഞങ്ങളല്ല ഇതെടുത്തത്, എൻ്റെ സത്യം തെളിയിക്കണേ എന്ന് മുത്തപ്പനെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ ഉള്ളുരുകി പ്രാർത്ഥിച്ചപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സത്യം തെളിയുകയും മദ്യം തിരിച്ചു കിട്ടുകയും ഇവരെ വീണ്ടും ജോലിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ മുത്തപ്പൻ എന്നതിന്റെ ആ ഒരു സഫലകരമായിട്ടാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും മുത്തപ്പൻ മടപ്പുര ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും. അതുപോലെ തന്നെ ഈ മുത്തപ്പൻ റെയിൽവേ മുത്തപ്പൻ മടപ്പുരകളിൽ നമ്മുടെ റെയിൽവേ അധികൃതരും നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് ഇവിടെ ഉത്സവങ്ങൾ നടത്തിവരുന്നത്. വളരെ ഗംഭീരായിരുന്നു പലയിടങ്ങളിലും ഉത്സവം. പഴയ കാലങ്ങളിലൊക്കെയും തന്നെ കാഴ്ചകളും അത്തരത്തിൽ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സമയത്ത് മുത്തപ്പനും തിരുവപ്പനെയും കെട്ടിയാടിക്കുകയും ഈ മുത്തപ്പനും തിരുവപ്പനെയും അതായത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററെയും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരെയും യാത്രക്കാരെയും ഒക്കെ അനുഗ്രഹിക്കുന്ന മനോഹരമായ കാഴ്ചകൾ നമുക്ക് ഈ ഉത്സവ സമയങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതിപ്പോ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷനിലെ തൊട്ടടുത്തുള്ള മുത്തപ്പന്റെ മടപ്പുരയാണ്. തൊട്ടടുത്താണ് നമ്മുടെ പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ. നോക്കത്ത ദൂരത്ത് തന്നെയാണ് അല്ലേ ഉള്ളത്. അപ്പോ ഈ നമ്മളെ ഇപ്പോ അറിയുന്ന ഈ 2 കഥകളല്ലാതെ ഒട്ടേറെ കഥകൾ ഇനിയുമുണ്ട്, ഐതിഹ്യം. ഈ ഇത്തരത്തിൽ എങ്ങനെ റെയിൽവേ മുത്തപ്പൻ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ആ കഥകൾ കൂടെ ഒന്ന് അറിയാം. നമുക്ക് ഭക്തജനങ്ങളുടെ അവരുടെ അഭിപ്രായം കൂടി നമുക്ക്. അതെ. നമ്മള് റെയിൽവേ മുത്തപ്പന്റെ ഐതിഹ്യങ്ങളെ കുറിച്ചാണ് ഒട്ടേറെ കഥകൾ കേട്ടിട്ടുണ്ടല്ലേ. ഈ റെയിൽവേ മുത്തപ്പൻ എങ്ങനെയൊക്കെ വന്നു, എന്തൊക്കെയാണ് അതിന്റെ ഐതിഹ്യങ്ങൾ എന്നുള്ള. അതിലിപ്പോ ഒരുപാട് ആൾക്കാർ ഒരുപാട് രീതിയിലാണ് ഓരോ കഥകൾ പറയുന്നത്. വ്യത്യസ്തമായ കഥകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നുണ്ട്. അപ്പോ ഭക്തജനങ്ങൾക്കും പറയാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോ പ്രതിഭട്ട നമസ്കാരമുണ്ട്. എന്താണ് പ്രതിഭാട്ടന്റെ അഭിപ്രായത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പഴയങ്ങാടിയിൽ ഉൾപ്പെടെ റെയിൽവേ മുത്തപ്പൻ ഇടം പിടിച്ചു? പൊതുവെ ആദ്യം മനസ്സിലാക്കുന്നത് കേരളത്തിൽ റെയിൽവേ ഏറ്റവും അവസാനം വന്ന സ്ഥലമാണ് മലബാർ. അതുകൊണ്ട് തന്നെ മലബാറിലെ പ്രധാനപ്പെട്ട ദൈവമാണ് മുത്തപ്പൻ. അതുപോലെ ഇവിടുത്തെ തൊഴിലാളികൾ അവിടെ മുത്തപ്പന് വേണ്ടി പണിയെടുക്കുന്നത്. ഇപ്പം എനിക്കറിയാൻ തന്നെ വെങ്ങരയിൽ നിന്ന് കുറേ ആൾക്കാർ കണ്ണൂരേക്ക് വരുന്നു. അവരൊക്കെ പണിയെടുക്കുന്ന സ്ഥലത്ത് സ്ലീപ്പർ പണിയെടുക്കുന്ന ആളുടെ പ്രധാനപ്പെട്ട ആളെ മദ്യം കളവ് പോയി.
കളപോയ ശേഷം അത് കാണാതായപ്പോൾ ഈ പാവപ്പെട്ട തൊഴിലാളികളെ പിടിച്ച് നിങ്ങളെ എടുത്തെന്ന് പറഞ്ഞു. അവർ മലബാറിന്റെ പ്രധാനപ്പെട്ട ദൈവമായ മുത്തപ്പനെ വിളിച്ചു പറഞ്ഞു. ഇതെടുത്തവർക്ക് മുത്തപ്പൻ തന്നെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് പെട്ടെന്ന് മദ്യം കണ്ടെത്തുകയും അതിന് അവിടുത്തെ റെയിൽവേ ഓഫീസർമാർക്ക് ബ്രിട്ടീഷ് ഓഫീസർക്ക് ഭയങ്കര സന്തോഷമാവുകയും ചെയ്തു. ഇത്രയും വിശ്വാസവും ഇത്രയും നല്ല വിശ്വാസപരമായ ദൈവമുണ്ട് എന്ന് കണ്ടപ്പോൾ അവർ അന്ന് ഏറ്റവും അവസാനമായി തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇന്ന് കാണാം. ഇവിടെ കണ്ണൂരായാലും എവിടെയായാലും അന്ന് അവസാനം തുടങ്ങിയ റെയിൽവേ സ്റ്റേഷൻ എല്ലാ സ്റ്റേഷനിലും മുത്തപ്പ ക്ഷേത്രം പണിയുണ്ടായി. അതുകൊണ്ട് മലബാർ റെയിൽവേ തന്നെയാണ് ശരിക്കും മുത്തപ്പ ക്ഷേത്രം പണിഞ്ഞത്. പിന്നെയും പല കാരണങ്ങൾ, അതിൽ ചില കാരണങ്ങൾ വെച്ചാൽ ഈ റെയിൽവേ വരുമ്പം അന്ന് ആരാധിക്കുന്ന പല ക്ഷേത്രങ്ങളും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ഉദാഹരണം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമ്മുടെ മാടായിൽ നായന്മാരുടെ ഒരു കോട്ട ഉണ്ടായിരുന്നു. അത് പൊളിച്ചിപ്പോൾ മാടായി കോട്ട സൈഡിലേക്ക് മാറ്റി. ഇവിടെ തന്നെ മാടായിലെ ഏത് ആശാരിക്കാവ് എന്ന് പറഞ്ഞ ചിർമാവതി ക്ഷേത്രം, പിന്നെ ഇട്ടമ്മൽ പുതിയവതി ക്ഷേത്രം, അങ്ങനെ പല ക്ഷേത്രങ്ങളും പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് മലബാറിൽ എല്ലാവർക്കും ഒരേ സമുദായ വ്യത്യാസം കൊണ്ടായിരുന്നു എല്ലാവരും വിശ്വസിക്കുന്ന ദൈവം മുത്തപ്പൻ. അതുകൊണ്ടാണ് എല്ലാ റെയിൽവേ സ്റ്റേഷനും മുത്തപ്പൻ വരേണ്ട കാരണം. പിന്നീട് അത് റെയിൽവേ ഏറ്റെടുക്കും. ഇപ്പോൾ ഞങ്ങളുടെ പഴയങ്ങാടി മുത്തപ്പൻ നമ്മളെല്ലാം മനസ്സ് ഭയങ്കര സന്തോഷം എന്നറിയാം. നല്ല നാടകങ്ങളും നല്ല കലാപരിപാടി ഉണ്ടായിരുന്നു, കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ റെയിൽവേ മുത്തപ്പനവിടെ നാടകം കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഒരു സന്തോഷമാണ്. കാരണം അവിടെ നല്ല പരിപാടി ഉണ്ടായത് ഒരു മുത്തപ്പനം. പിന്നീട് കാലഘട്ടത്തിനനുസരിച്ച് അത് കുറഞ്ഞു വരുന്ന വിഷമമായിട്ട് പുതിയ തലമുറക്ക് അത് കിട്ടാതെ ഒരു വിഷമത്തിൽ നമുക്കില്ല. എന്തായാലും കണ്ണൂരുകാരുടെ ജനകീയ ദൈവം തന്നെയാണ് മുത്തപ്പൻ എന്ന് പറയുന്നത് അല്ലേ? ഇപ്പൊ ഏകദേശം മംഗലാപുരത്ത് നിന്ന് തുടങ്ങി ഷൊർണൂർ വരെ അല്ലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെയും കണ്ണൂരിലുണ്ട്, ചെറുവത്തൂര്, പയ്യന്നൂര്, അങ്ങനെ എല്ലായിടത്തും സ്ഥലങ്ങളിലൊക്കെയും തന്നെ മുത്തപ്പന്റെ ക്ഷേത്രം റെയിൽവേ മുത്തപ്പനായിട്ട് ഇപ്പോഴുണ്ട്. എല്ലാരും അത് മലബാറിന്റെ ദൈവമാണ് മുത്തപ്പൻ. അത് നിങ്ങൾ മുത്തപ്പനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം വെച്ചാൽ നമ്മളൊരു വീടെടുക്കുന്നത്, വീടെടുത്താൽ മുത്തപ്പൻ ഇല്ലാണ്ട് നമുക്ക് വീടിന്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. മലബാറിന്റെ ഓരോരോ ആളെയും മനസ്സിൽ ഈ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇപ്പൊ ഗൾഫിൽ പോയ ഒരാൾ ആദ്യം വന്ന് വീട്ടിൽ തന്റെ വന്ന പെട്ടി ഇതൊക്കെ വെച്ച് ആദ്യം പ്രശ്നക്കട പോയി തൂതാൽ മാത്രമേ അവൻ ആ പെട്ടി തുറക്കാം. കാരണം മലബാറുകാരുടെ അത് ജാതിയൊന്നുമില്ല, എല്ലാ വ്യവസ്ഥകളിലുള്ളവർക്കും മുത്തപ്പനാണ്. ഉദാഹരണം ഞാൻ ഒരിക്കൽ ദേശാമാലി വായിച്ചിട്ടുണ്ട്. മാട്ടൂൽ ഒരാൾ ഗൾഫിൽ പോയിട്ട് മുസ്ലിമാണ്, അയാൾക്ക് കടന്നുറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ആയപ്പോൾ ഉണ്ടായിരിക്കുന്ന അയാളെ ഇവിടെ വന്നപ്പോൾ അവരെ കുടുംബക്കാരാണ് മുത്തപ്പന് ഉണക്കുകൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ദൈവത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ മലബാറുകാരെ ആരോട് ചോദിച്ചാൽ എന്നെ മുത്തപ്പ എന്ന് വിളിക്കാത്ത ഒരു ആളുണ്ട്. നിരീക്ഷവാദി ആയാലും വിശ്വാസമില്ലാത്തവരായാലും മുത്തപ്പ എന്ന് നെഞ്ഞത്ത് കൈ വിളിക്കാത്ത ഒരു മലബാറുകാർക്ക് കണ്ടിറങ്ങില്ല. അതെ, എല്ലാ ജില്ലകളിൽ നിന്നും അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലായിടത്തു നിന്നും ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ് പറശ്ശിനിക്കടവ് എന്ന് പറയുന്നത്. ഭേദമന്യേ എല്ലാവരും മുത്തപ്പനെ കാണാൻ വരുന്ന ഒരു രീതി തന്നെ നിലവിലുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് റെയിൽവേ മുത്തപ്പൻ എന്നുള്ളൊരു പേര് നമ്മൾ കൗതുകത്തോടെ കേൾക്കുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ പഴയങ്ങാടിയിലെ മുത്തപ്പന്റെ കുറച്ച് വിശേഷങ്ങൾ കൂടി കാണാം. എന്തായാലും നമ്മുടെ റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഒരു കൂട്ടായ്മയുടെ കേന്ദ്രമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തവണ തന്നെ ഈ പഴയങ്ങാടി റെയിൽവേ മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവം നടത്തിയത് ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളും റെയിൽവേ അധികൃതരും നാട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ടായിരുന്നു. അത്തരത്തിൽ ആ കൂട്ടായ്മയോടുകൂടി തന്നെ എല്ലാവരും മതസൗഹാർദ്ദത്തോടു കൂടി എല്ലാവരും ഈ ജാതി മത ഭേദമന്യേ എല്ലാ ആൾക്കാരും കൂടി ചേർന്ന് ഇവിടെ ഈ റെയിൽവേ മുത്തപ്പന് ഇവിടെ കൂടെ തന്നെ ഉണ്ടാകട്ടെ. എല്ലാ കാലത്തും എക്കാലത്തും ഇത് ഇങ്ങനെ തന്നെ നിലനിന്ന് പോവട്ടെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം ചാന്ദിനി. കുണിയൻ പടിഞ്ഞാറെ പാടശേഖരത്തിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കുന്നു. ഉപ്പുവെള്ളം കയറുന്നതിന് ഒരു പരിഹാരം വേണമെന്ന നെൽകർഷകരുടെ പരാതികൾക്ക് ഇനിയും അറുതിയായിട്ടില്ല. കുണിയൻ പടിഞ്ഞാറെ പാടശേഖരത്തിൽ ഉപ്പുവെള്ളം കയറി നെൽകൃഷി നശിക്കുന്നു. ഉപ്പുവെള്ളം കെട്ടിനിൽക്കുന്നതുമൂലം ഏക്കർ കണക്കിന് നെൽകൃഷിയാണ് നശിക്കുന്നത്. ആദ്യ വിള വെള്ളം കയറി നശിക്കും. രണ്ടാം വിളയാകട്ടെ ഉപ്പുവെള്ളം കയറി നശിക്കുന്നതിന്റെ ഭീതിയിലുമാണ്. ഇവിടെ ലക്ഷങ്ങൾ ചിലവഴിച്ചു നിർമ്മിച്ച തടയണ നിർമ്മാണത്തിലെ പാകപ്പിഴ കാരണം ഉപയോഗരഹിതമാണ്. വേലിയേറ്റ സമയത്താണ് വെള്ളം കയറുന്നത്. തടയണയുടെ താഴെ നിന്ന് മുകളിലേക്കാണ് അതിരാവിലെ വെള്ളം കയറുക. ചെറിയൊരു ശ്രദ്ധ ചെലുത്തി തടയണയുടെ രണ്ടു ഭാഗത്തും മണ്ണിട്ട് നികത്തിയാൽ മതിയെന്നാണ് ഇവിടുത്തെ നെൽകർഷകനായ MV ശ്രീധരൻ പറയുന്നത്. അണക്കെട്ട് കെട്ടിയിട്ടുണ്ട്. അണക്കെട്ടിനാണെങ്കിൽ പിന്നെ എപ്പോഴും ചോർന്നിരുന്ന വെള്ളം ലീക്കായിട്ട് പോകുന്നു. അതിനെക്കൊണ്ട് ഒരു കാര്യവും ഇതുവരെ ആയിട്ടില്ല. അതുകൊണ്ട്
എന്തെങ്കിലും ഒരു വഴി ഉണ്ടെങ്കിൽ അത് ചെയ്തു തന്നാൽ അടുത്ത കൊല്ലം കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലം കൃഷി ചെയ്യണമെങ്കിൽ ഈ ഉപ്പുവെള്ളമെല്ലാം ഈ ഉപ്പിൻ്റെ കയറിയെല്ലാം കളയണം. ഇപ്പോൾ വളഞ്ഞ നെല്ലിലും വിരിഞ്ഞ നെല്ലിലും അല്ലാന്നില്ലത് ഇവിടുന്ന് കാലിക്കടവ് വരെ ഉപ്പുവെള്ളം കഴിച്ചിട്ടുള്ളത്. തടയണയുടെ രണ്ടു ഭാഗത്തും മണ്ണിട്ട് നികത്തിയാൽ ഈ പാടശേഖരത്ത് മാത്രമല്ല മറ്റു പാടശേഖരങ്ങളും കൃഷിയോഗ്യമാക്കാം. ഇപ്പോൾ കിട്ടിയാൽ കിട്ടട്ടെ എന്ന് കരുതി മാത്രമാണ് നെൽകൃഷി നടത്തുന്നത്. ഉപ്പുവെള്ളം കയറിയതുകൊണ്ട് പണവും സമയവും മനസമാധാനവുമാണ് കർഷകർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വൈക്കോല് പോലും ഉപയോഗശൂന്യമാണ്. ഓരോ വർഷവും വെള്ളം കയറുന്നതിന് ഒരു പരിഹാരം വേണമെന്ന നെൽകർഷകരുടെ പരാതികൾക്ക് ഇനിയും അറുതിയായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പി ദാമോദരൻ മാസ്റ്റർ സ്മാരക പുരസ്കാരം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറിക്ക് സമർപ്പിച്ചു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പി ദാമോദരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം കുളപ്പുറം സാംസ്കാരിക കേന്ദ്രം ഏർപ്പെടുത്തിയ പുരസ്കാരം ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ലൈബ്രറിക്ക് രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സമ്മാനിച്ചു. 35,000 രൂപയുടെ പുസ്തകങ്ങൾ അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള ചടങ്ങ് ഫ്രിഡ്ജിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഹൃദയം പിടിക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോകളുടെ പ്രിന്റ് തന്നെയാണ് കുറിച്ച് പഠിച്ചത്. ആ സൗഹൃദത്തിന് നിഷ്കളങ്കമായ സൗഹൃദത്തിന് വാക്കുകളിക്കാൻ കഴിയില്ല. ചടങ്ങിൽ മുൻ MLA ടി വി രാജേഷ് അധ്യക്ഷത വഹിച്ചു. എം ശ്രീധരൻ, എം മോഹനൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് കെ പ്രമോദ്, വി ഉപേന്ദ്രൻ, CM വേണുഗോപാലൻ, എ മാധവൻ, ടി വി ഉണ്ണികൃഷ്ണൻ, MV ശകുന്തള, വി ഗോവിന്ദൻ മാസ്റ്റർ, വി രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 13-ന് സാംസ്കാരിക കേന്ദ്രം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന വാർഷികാഘോഷം മുൻ MLA ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഭൂതപ്പാട്ട്, മെഗാ ഷോ എന്നിവയുണ്ടാകും. 14-ന് രാത്രി 7-ന് സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ റഫീഖ് ഇബ്രാഹിം പ്രഭാഷണം നടത്തും. തുടർന്ന് സംഗീതശില്പം, നൃത്തനിശ എന്നിവ നടക്കും. 15-ന് രാത്രി 7-ന് കുളപ്പുറത്തെ ആദ്യകാല നാടക പ്രവർത്തകരെ പഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ആദരിക്കും. തുടർന്ന് മുച്ചീട്ട് കളിക്കാരന്റെ മകൾ നാടകം അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പുറച്ചേരിയിൽ ഫ്രിഡ്ജിന് തീപിടിച്ച വീടിന് നാശനഷ്ടം. പുറച്ചേരി സ്കൂളിന് സമീപത്തെ മന്ദിത്ത് ഹരിയുടെ വീട്ടിലെ ഫ്രിഡ്ജിനാണ് തീപിടിച്ചത്. പുറച്ചേരി സ്കൂളിന് സമീപത്തെ മന്യത്ത് ഹരിയുടെ വീട്ടിലെ ഫ്രിഡ്ജിനാണ് തീപിടിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംഭവം. ഫ്രിഡ്ജിൽ നിന്നും തീ ഉയരുന്നത് കണ്ടയുടൻ ഹരിയുടെ ഭാര്യ സീമ സമീപത്തുള്ളവരെ വിവരമറിയിക്കുകയും മെയിൻ സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം വെള്ളം പമ്പ് ചെയ്ത് തീ അണക്കുകയുമായിരുന്നു. തീപിടുത്തത്തിൽ ഫ്രിഡ്ജ് പൂർണ്ണമായും കത്തിനശിച്ചു. വീടിനും കേടുപാടുകൾ സംഭവിച്ചു. വിവരമറിഞ്ഞ് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഞാൻ പുറത്തു പോയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സമയം ഏകദേശം ഒരു 1:20 ആ ടൈം ഞാനിവിടെ എത്തി. അപ്പോൾ പുറത്ത് വണ്ടി വെക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു സ്മെല്ല് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓട്ടിക്കൊണ്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര പുകയും ഇതെല്ലാം കാണുന്നുണ്ടായത്. അപ്പോൾ ആണ് ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറന്നിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ തീ ഇങ്ങനെ ആളി കത്തുന്നുണ്ടാകുന്നത്. അപ്പോൾ ആളി കത്തുന്ന സമയത്ത് മറ്റുള്ള പാത്രങ്ങൾക്ക് മിക്സി, പാത്രം, മറ്റുള്ള സാധനങ്ങളെല്ലാം ഉരുക്കി കത്തി അങ്ങ് പോകുന്നുണ്ടായി. അപ്പോൾ അത് ഗ്യാസ് സ്റ്റൗവിൻ്റെ അടുത്തേക്ക് എത്താകുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടത്. അപ്പം ഞാൻ അടുത്ത താഴെയുള്ള ഹോട്ടലിൽ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വിഷ്ണു ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി വെള്ളമടിക്കല്ല, ചിലപ്പം ഇതുണ്ടാവും, ഞാനൊന്ന് മെയിൻ സ്വിച്ച് ഓഫ് ആക്കട്ടെ പറഞ്ഞു. ഒന്ന് അപ്പാട് പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫാക്കി. അപ്പോൾ പറഞ്ഞു, ചേച്ചി ഇനി വെള്ളമടിച്ചു പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേഗം വെള്ളമടിച്ചോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പുറത്ത് രാജേഷ് ചേട്ടനും അവരും ഓടി വന്നിട്ട് വേഗം വെള്ളമടിച്ച് അങ്ങനെ തീ കെടുത്തി. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഇപ്പം അറിയില്ല. തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമായിട്ടില്ല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മഹിളാ സാഹസ് യാത്രയ്ക്ക് ചീമേനിയിൽ സ്വീകരണം. ചീമേനിയിൽ നടന്ന സ്വീകരണ പരിപാടി TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് ചീമേനിയിൽ സ്വീകരണം നൽകി. ചീമേനി മണ്ഡലം മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. ചീമേനി പഞ്ചായത്ത് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച സ്വീകരണ ജാഥ കോൺഗ്രസ് ഓഫീസിൽ സമാപിച്ചു.
ജെബി മേത്തർ പതാക ഉയർത്തുകയും രക്തസാക്ഷികളുടെ മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തുടർന്നു നടന്ന സ്വീകരണ സമ്മേളനത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ശോഭന അധ്യക്ഷയായി. ജാഥ ലീഡർ ജെബി മേത്തർ MP, കരിമ്പിൽ കൃഷ്ണൻ, A. ജയരാമൻ, K. വത്സമ്മ, അന്നമ്മ മാത്യു, KP ഇന്ദിര തുടങ്ങിയവർ സംസാരിച്ചു. ഇതൊരു വിസ്ഫോടനം പോലെ പൊട്ടിത്തെറിച്ച ഒരു സംഭവത്തിൽ അവരുടെ സഖാക്കൾ കൊല ചെയ്യപ്പെട്ടു. നമ്മുടെ മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി പിന്നീട് ഒഴിഞ്ഞു. വയനാട് മുഖ്യമന്ത്രി അതിനു മുമ്പേ ശ്രീ കെ. കരുണാകരൻ പറഞ്ഞു, ശരിയായില്ല, തെറ്റാണ്, പറ്റിപ്പോയി. പക്ഷെ അന്ന് ആരംഭിച്ച വേട്ടയാടൽ മുഴുവൻ ആണുങ്ങളെയും വേട്ടയാടിയില്ലേ ഈ പ്രദേശത്ത്? ആളുകളെല്ലാം ഒഴിവിൽ പോയില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ആണുങ്ങളില്ലാതെ പോലീസിന്റെയും സഖാക്കളുടെയും വേട്ടയാടലിനെ ചെറുത്തു നിൽക്കാൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥ നടത്തുന്നു. ജാഥയ്ക്ക് ജനുവരി 13 പയ്യന്നൂർ പെരുമ്പയിൽ സ്വീകരണം നൽകും. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന വ്യാപാര സംരക്ഷണ സന്ദേശ ജാഥയ്ക്ക് ജനുവരി 13 പയ്യന്നൂർ പെരുമ്പയിൽ സ്വീകരണം നൽകും. ജനുവരി 13 കാസർഗോഡ് നിന്നും ആരംഭിക്കുന്ന ജാഥ 25 തിരുവനന്തപുരത്ത് സമാപിക്കും. ഇക്ബാൽ പോപ്പുലർ, KC രവീന്ദ്രൻ, T. ബാലകൃഷ്ണൻ, PV ഗോപി, KV മുരളീധരൻ, VP സുരേഷ്, C. കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇളമ്പച്ചി വീണ്ടും നാടകരാവിലേക്ക്. നവോദയ വായനശാല ഗ്രന്ഥാലയം കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 3-ാം വാരത്തിൽ സംഘടിപ്പിക്കുന്ന അമേച്വർ നാടക മത്സരമാണ് ഏറെ ഇടവേളയ്ക്കു ശേഷം ഇളമ്പച്ചിയിൽ വീണ്ടും നാടക അരങ്ങേറ്റത്തിന് വേദി കുറിക്കുന്നത്. നാടക മത്സരത്തിന്റെ വിജയത്തിനായി വിപുലമായ സംഘാടക സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. പ്രമുഖ നാടക പ്രവർത്തകൻ ഉദ്നൂർ ബാലഗോപാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ജീവിത മാറ്റത്തിനും പഴയ കാലത്ത് ഏറ്റവും ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു മാധ്യമം നാടകമായിരുന്നു. മറ്റു മാധ്യമങ്ങൾ ഇല്ല എന്നല്ല, പക്ഷെ നാടകത്തെ പോലെ ശക്തമായി പ്രേക്ഷകരുമായി ജനങ്ങളുമായി സംവേദിക്കാൻ മറ്റുള്ള മാധ്യമത്തിന് അത്ര എളുപ്പത്തിൽ സാധിക്കുമായിരുന്നു. കലാവേദി പ്രസിഡന്റ് T. നാരായണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CPIM തൃക്കരിപ്പൂർ സൗത്ത് ലോക്കൽ സെക്രട്ടറി MV യൂസഫ് അലി, MK കുഞ്ഞികൃഷ്ണൻ, വായനശാല പ്രസിഡന്റ് VK രാധാകൃഷ്ണൻ, വനിതാവേദി സെക്രട്ടറി VV പ്രീതി, കലാവേദി സെക്രട്ടറി T. രതീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. തരിശുഭൂമിയിൽ തണ്ണിമത്തൻ കൃഷിയൊരുക്കാൻ വടശ്ശേരി AKG വായനശാല കർഷകവേദി. വിത്തുനടിൽ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിച്ചു. മാത്തിൽ വടശ്ശേരി പെട്രോൾ പമ്പിന് താഴെ CH അസൈനാരുടെ തരിശായി കിടക്കുന്ന 2 ഏക്കറോളം ഭൂമിയിൽ ഇനി തണ്ണിമത്തൻ വിളയും. പയ്യന്നൂർ മണ്ഡലം തരിശുരഹിത പദ്ധതിയിൽ വടശ്ശേരി AKG സ്മാരക വായനശാല കർഷകവേദിയും പങ്കാളികളാവുകയാണ്. 2 ഏക്കറോളം സ്ഥലത്താണ് തണ്ണിമത്തനും ജൈവ പച്ചക്കറി കൃഷിയും ഒരുക്കുന്നത്. മുൻ വർഷങ്ങളിൽ നെൽകൃഷി, നേന്ത്രവാഴ കൃഷി എന്നിവ ഇവിടെ ചെയ്തിരുന്നു. കൃഷി അസിസ്റ്റന്റായി ജോലി ചെയ്യുന്ന T. മനോജ് സെക്രട്ടറിയും കർഷകനായ P. ചന്ദ്രൻ പ്രസിഡന്റുമായ വായനശാല കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കൃഷിയുടെ വിത്തിടൽ ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിച്ചു. വടശ്ശേരി AKG വായനശാലയുടെ നേതൃത്വത്തിൽ കാർഷിക മേഖലയിലേക്ക് ഒരു ചുവടുവെപ്പ് എന്ന രീതിയിലേക്കാണ് AKG വായനശാല ചെറുപ്പക്കാരെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് കാർഷിക മേഖലയിലേക്ക് ഇറങ്ങിയത്. നമുക്കിന്നറിയുന്ന പോലെ ഏറെ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ കാർഷിക മേഖലയിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് മെമ്പർ K. പങ്കജാക്ഷൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. കൃഷി അസിസ്റ്റന്റ് M. സന്ദീപ്, PV വിനോദ്, തയനി രമേശൻ, CH അസൈനാർ, P. രാഹുൽ, T. മനോജ്, P. ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തണ്ണിമത്തനു പുറമെ ചീര, വെള്ളരി, കക്കിരി, കയ്പ, വെണ്ട, പടവലം എന്നീ കൃഷികളും ഇവിടെ വിളയിക്കും. കൃഷിസ്ഥലത്തിന് സമീപം തന്നെ ആഴ്ചച്ചന്തകൾ ഒരുക്കി പച്ചക്കറി വിതരണം ചെയ്യുവാനുള്ള പരിപാടിയും വായനശാല പ്രവർത്തകർ ആസൂത്രണം ചെയ്യുന്നുണ്ട്.
നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന യുറീക്ക ബാലോത്സവം ജനുവരി 11-12 തീയതികളിൽ പയ്യന്നൂർ വെള്ളൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. സയൻസ് ലാം വിജയികളായ സ്നേഹദാസും ഡോക്ടർ യദുകൃഷ്ണനും ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സംസ്ഥാന യൂറിക്ക ബാലോത്സവം ജനുവരി 11-12 തീയതികളിൽ പയ്യന്നൂർ വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. B25 വൈബ് എന്ന പേര് നൽകിയ ക്യാമ്പിന് 11 രാവിലെ 9:45 ബലൂണുകൾ പറത്തിക്കൊണ്ട് തുടക്കമാകും. സയൻസ് സ്ലാം വിജയികളായ സ്നേഹദാസും ഡോക്ടർ യദുകൃഷ്ണനും ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 2ാം ദിവസം വൈകിട്ട് 3 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം ടി. മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. KV സുധാകരൻ, A. മുകുന്ദൻ, ജോജി കുട്ടുമ്മൽ, ഗിരീഷ് കോയിപ്ര, K. ഗോവിന്ദൻ, TV വിജയൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പെരളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രം പാട്ടുമഹോത്സവത്തിന് തുടക്കമായി. ഇത്തവണ അന്നദാനം ഉണ്ടാകില്ലെന്ന് ക്ഷേത്രം ഭരണസമിതി അറിയിച്ചു. ജനുവരി 12-ന് മഹോത്സവം സമാപിക്കും. പെരളം ശ്രീ ഭഗവതി ക്ഷേത്രം പാട്ടുമഹോത്സവത്തിന് തുടക്കമായി. ജനുവരി 11-ന് നടത്താൻ നിശ്ചയിച്ച അന്നദാനം ഉണ്ടാകില്ലെന്ന് ക്ഷേത്രം ഭരണസമിതി അറിയിച്ചു. പാട്ടോത്സവത്തോടനുബന്ധിച്ച് അടുത്ത ശനിയാഴ്ച 11-ാം തീയതി അന്നദാനം തീരുമാനിച്ചിരുന്നു. നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭക്ഷ്യവിഷബാധ കണക്കിലെടുത്തുകൊണ്ട് ഒരു സുരക്ഷ എന്ന രീതിയിൽ ആരോഗ്യവകുപ്പിൻ്റെ ഒക്കെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ശനിയാഴ്ച നടക്കുന്ന അന്നദാനം ക്ഷേത്ര കമ്മിറ്റി വേണ്ട എന്ന് വച്ചിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും ആ ഒരു തീരുമാനത്തോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സമീപ സ്ഥലങ്ങളിലൊക്കെ ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അന്നദാനം ഒഴിവാക്കിയത്. മറ്റ് പരിപാടികൾ മുൻകൂട്ടി നിശ്ചയിച്ച പോലെ നടക്കും. ജനുവരി 12-ന് മഹോത്സവം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അഭ്യസ്തവിദ്യരായ യുവതീ യുവാക്കൾക്കും വീട്ടമ്മമാർക്കും കാര്യമായ മുതൽ മുടക്കില്ലാതെ കൂൺ കൃഷി ആരംഭിക്കുന്നതിനും ന്യായമായ വരുമാനമുണ്ടാക്കുന്നതിനും സാധിക്കുമെന്നത് കൂൺ കൃഷിയുടെ വാണിജ്യ സാധ്യത വർദ്ധിപ്പിക്കുന്നു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിലെത്തുന്നവർക്ക് കൂൺ കൃഷി നടത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരുന്നു. വർഷങ്ങളായി പിലിക്കോട് ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്ലാന്റ് പാത്തോളജി ആൻഡ് മൈക്രോബയോളജി വിഭാഗത്തിനു കീഴിൽ കൂൺ ഉൽപാദന യൂണിറ്റും കൂൺ വിത്ത് ഉൽപാദന യൂണിറ്റും പ്രവർത്തിച്ചു വരുന്നു. ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ടി. വനജ യൂണിറ്റിനു വേണ്ട പൂർണ്ണ പിന്തുണയും നൽകി വരുന്നു. ദിവസേന കൂണുകളുടെ 10 ബെഡുകൾ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. കൃഷിക്കാർക്കും താൽപര്യമുള്ള ഗ്രൂപ്പുകൾക്കും കൂൺ കൃഷി പരിശീലനവും കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു. ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിലെത്തുന്ന കൂൺ കൃഷി ചെയ്യാൻ താൽപര്യമുള്ളവർക്ക് മൈക്രോബയോളജി വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ PP രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ നിർദ്ദേശങ്ങൾ നൽകി വരുന്നുമുണ്ട്. കൂൺ കൃഷി ലാഭകരമായ ഒരു കൃഷി രീതിയാണ്. നമ്മൾ വീടുകളിൽ നമ്മുടെ കൂൺ കൃഷി ചെയ്യുകയാണെങ്കിൽ പോഷക സമൃദ്ധമായ ഒരു ആഹാരം എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൂൺ കൃഷി നമുക്ക് ചെയ്യാം. കൂൺ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് നന്നായിട്ടൊരു വരുമാന സ്രോതസ്സും നമുക്ക് ഇതിനോടൊപ്പം ചെയ്യാൻ പറ്റും. വ്യാവസായിക അടിസ്ഥാനത്തിലും നമ്മുടെ വീടുകളിലാണെങ്കിൽ വളരെ ചെറിയ രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൂൺ കൃഷി ചെയ്യാം. ഇവിടെ ആൾക്കാർ ഉത്തരമേഖല കാർഷിക ഗവേഷണത്തിലേക്ക് കൂൺ കൃഷി ചെയ്യാനും അതിൻ്റെ പരിശീലനം നേടുവാനും അതുപോലെ അതിൻ്റെ കൂൺ വിത്തിന് വേണ്ടിയിട്ടും നമുക്ക് ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിക്കുന്നുണ്ട്. എത്രത്തോളം നമുക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത്രയും ഡിമാൻഡ് നമുക്ക് ഈ മേഖലയിൽ നമുക്കുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ആക്മി തൃക്കരിപ്പൂർ ആതിഥ്യമരുളുന്ന മുഹമ്മദ് കുഞ്ഞി പട്ടേലർ ട്രോഫിക്കും പ്രൈസ് മണിക്കും വേണ്ടിയുള്ള MB മുത്തലിബ് സി റഷീദ മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 12 മുതൽ 26 വരെ തൃക്കരിപ്പൂർ സ്റ്റേഡിയത്തിൽ നടക്കും. ടൂർണമെന്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആക്മി തൃക്കരിപ്പൂർ ആതിഥ്യമരുളുന്ന മുഹമ്മദ് കുഞ്ഞി പട്ടേലർ ട്രോഫിക്കും പ്രൈസ് മണിക്കും വേണ്ടിയുള്ള MB മുത്തലിബ് സി റഷീദ മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 12 മുതൽ 26 വരെ തൃക്കരിപ്പൂർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 50,000 രൂപ പ്രൈസ് മണിക്ക് വേണ്ടിയുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 16 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്.
ടൂർണമെന്റിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ബാവ നിർവഹിക്കും. വാർത്താസമ്മേളനത്തിൽ സത്താർ വടക്കുംപാട് എം.പി. മുത്തലിബ്, സി. ഷൌക്കത്തലി, സി. അബ്ദുൽ സത്താർ, ടി. ബാബു, റഷീദ് വളപട്ടണം, ഇ.വി. ഗണേശൻ, എ.ജി.സി. അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി സ്കൂളിൽ സമാപിച്ചു. പയ്യന്നൂർ തായ്നേരി SABTM ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടന്നു. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി സ്കൂളിൽ സമാപിച്ചു. 11 വൈകിട്ട് 5:30 തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ശതാബ്ദി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. 1 വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിനായി മുടിമുറിച്ചു നൽകി പിഞ്ചു ബാലികമാർ മാതൃകയായി. നടക്കാവിലെ ലിഡിയ മേരി ഡിസൂസിയും സഹോദരി ജൂബ്ലൈറ്റ് മരിയയുമാണ് ചെറിയ പ്രായത്തിൽ തന്നെ മുടി ദാനം ചെയ്ത് കാരുണ്യപ്രവർത്തനം നടത്തിയത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ പോയിന്റ്സ്മാൻ നടക്കാവിലെ TK അജിത് കുമാറിന്റെയും ചിഞ്ചു പി ടോമിയുടെയും മക്കളായ ഏഴിമല കേന്ദ്രീയ വിദ്യാലയത്തിൽ 5ാം തരത്തിൽ പഠിക്കുന്ന ലിഡിയ മേരി ഡിസൂസിയും സഹോദരി ബാലവാടികയിൽ പോകുന്ന 6 വയസ്സുകാരി ജോബ്ലെറ്റ് മരിയയുമാണ് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിനായി മുടിമുറിച്ചു നൽകി മാതൃകയായത്. കുടുംബത്തിലെ 2 പേർ 1 വർഷം മുൻപ് ക്യാൻസർ രോഗികൾക്ക് വിഗ് നിർമ്മാണത്തിനായി മുടിമുറിച്ചു നൽകിയത് ഓർത്തുവെച്ച ജുബ്ലെറ്റ് മരിയ കഴിഞ്ഞ ദിവസം തന്റെ മുടി 35 സെന്റിമീറ്ററിലധികം വളർന്നതായും മുടി ദാനം ചെയ്യണമെന്നും മാതാപിതാക്കളോട് പറയുകയായിരുന്നു. ജുബ്ലൈറ്റിന്റെ സഹോദരി ലിഡിയ കൂടി മുടി മുറിച്ചു നൽകാൻ പറഞ്ഞതോടെ രക്ഷിതാക്കൾ ബ്ലഡ് ഡൊണേഴ്സ് കേരള നേതാക്കളെ വിവരം അറിയിക്കുകയും ചെയ്തു. ബ്ലഡ് ഡൊണേഴ്സ് കേരള കാസർഗോഡ് ജില്ലാ ട്രഷറർ മനോജ് നേരിടിൽ കുട്ടികളിൽ നിന്ന് മുടി ഏറ്റുവാങ്ങി. നമ്മളെ നടക്കാവിലെ 2 കുട്ടികൾ, അതായത് ചേച്ചിയും അനിയത്തിയും, മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ബ്ലഡ് ഡൊണേഴ്സ് കേരള എന്ന സംഘടനയുടെ മുഖാന്തരം തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്ക് ക്യാൻസർ രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്ന അവർക്ക് വേണ്ടി മുടി ദാനം ചെയ്തിരിക്കുകയാണ്. ഈ പുണ്യപ്രവൃത്തി എല്ലാവരും മാതൃക ആക്കി പ്രവർത്തിക്കുക. ഇത് കൂടാതെ നമ്മളെ കാസർഗോഡ് ജില്ലയിൽ തന്നെ ബിഗ് മുടി നഷ്ടപ്പെട്ട് ഒരുപാട് ആൾക്കാർക്ക് ബിഗ് നമ്മൾ ഇതിനകം വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പം ഇതുപോലുള്ള പുണ്യപ്രവൃത്തികൾക്ക് എല്ലാവരും മുന്നോട്ടിറങ്ങുക. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പഴയങ്ങാടി വെങ്ങര നടയ്ക്ക് താഴെ വിദ്യാർത്ഥിനി തോട്ടിൽ വീണ് മരിച്ചു. മാടായി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ശ്രീനന്ദ സുധീഷാണ് മരിച്ചത്. രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. മലയാളിയുടെ ഗൃഹാതുരതയുടെ ശബ്ദം ഇനിയില്ല. ഭാവഗായകൻ P. ജയചന്ദ്രൻ വിടവാങ്ങി. 5 പതിറ്റാണ്ടുകൾ നീണ്ട തന്റെ സംഗീത ജീവിതത്തിൽ നിന്നും ഓർമ്മിക്കാൻ 10,000-കണക്കിന് ഗാനങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചാണ് P. ജയചന്ദ്രൻ നാദസൗഭഗത്തിന്റെ ശ്രുതി താഴ്ത്തി വിടവാങ്ങിയത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് സംബന്ധിച്ച പ്രതിഷേധവുമായി വാഹന ഉടമകൾ. റെയിൽവേയുടെ പുതുക്കിയ താരിഫിലെ അശാസ്ത്രീയതയാണ് വാഹന ഉടമകളെ ബുദ്ധിമുട്ടിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് അനുഗ്രഹവർഷം ചൊരിയാൻ ഉത്തര മലബാറിലെ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് മുത്തപ്പനുണ്ട്. മലബാറുകാരുടെ കൺകണ്ട ദൈവമായ മുത്തപ്പനെ സ്റ്റേഷനോട് ചേർന്ന് മടപ്പുര കെട്ടി ആരാധിക്കുന്നതിൽ ഏറെ കഥകളും പ്രചാരത്തിലുണ്ട്. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.